2006 മുതലുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ വലിയ രീതിയിൽ കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ UDFന് കഴിഞ്ഞിട്ടില്ല. പിന്നീട് 2011 ആവുമ്പോൾ വെറും 71 സീറ്റോട് കൂടിയാണ് UDF അധികാരത്തിൽ വരുന്നത്. അതിന് ഏറ്റവും പ്രധാന കാരണം എന്തുകൊണ്ട് അങ്ങനെ നേടാൻ കഴിയുന്നില്ല, മികച്ച വിജയം നേടാൻ കഴിയുന്നില്ലെന്ന ചോദ്യത്തിനുള്ള മറുപടി കാരണം ഈ പാർട്ടിക്കുള്ളിലെ തമ്മിലടിയാണല്ലോ, കലഹമാണ്. അതിപ്പോൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ടല്ലോ UDFനുള്ളിൽ. അത് ഘടകകക്ഷികളാണ് അല്ലേ? ഘടകകക്ഷികൾ ചിലപ്പോൾ ഇത്തവണ എനിക്ക് തോന്നുന്നു പിടിമുറുക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ആദ്യം ലീഗായിരിക്കും കൂടുതൽ ബാർഗൈനിങ് നടത്തുന്നത്. അത് നമുക്ക് മുമ്പേ അറിയാവുന്ന കാര്യമാണ്. ലീഗ് എപ്പോഴും ബാർഗൈനിങ് നടത്തും, അത് നേടിയെടുക്കുകയും ചെയ്യും. അവരുടെ ഭാഗം വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ചെറു ഘടകകക്ഷികളുണ്ട്. ഇപ്പം അത്ര തീരെ ചെറുതല്ലാത്ത തൊട്ടു പിന്നിൽ നിൽക്കുന്ന, ലീഗിനും പിന്നിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ്, ജോസഫ്, പിന്നെ ജേക്കബ്, പിന്നെ RSP. ഫോർവേഡ് ബ്ലോക്കിന് സീറ്റ് ഇല്ല, RSPക്ക് ഇപ്പോൾ ഇല്ല. പിന്നീട് CMPക്കും സീറ്റില്ല. ഇപ്പം ഫോർവേഡ് ബ്ലോക്കിന് ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അവരൊക്കെ ഈ ചില RSP തന്നെ ഒരു MP-യിലൂടെയാണ് കേരളത്തിലെ മികച്ച പ്രകടനം ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് NK പ്രേമചന്ദ്രനിലൂടെയാണ്. യഥാർത്ഥത്തിൽ കൊല്ലം പാർലമെന്റ് സീറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ RSP ഇപ്പം വെറും സംപൂജ്യരായി മാറിയേനെ. പക്ഷെ ഷിബു ബേബി ജോൺ അടക്കമുള്ള മികച്ച നേതാക്കൾ അവരുടെ നിരയിലുണ്ടല്ലോ. ഉണ്ട്. ഇപ്പോൾ RSPയുടെ പറയാറുണ്ട്, കൊല്ലം മുതൽ ചവറ മുതൽ ചവറ വരെ എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. ശരിയാണ്. കൊല്ലം, ചവറ, പിന്നെ ഇരവിപുരം, കൊല്ലത്തിനോട് ചേർന്ന് കിടക്കുന്ന ടൗണാണ് ഇരവിപുരം. ഇവിടെയൊക്കെയാണ് RSPയുടെ കേന്ദ്രങ്ങൾ. ഇപ്പം ഇരവിപുരം ഇവർക്ക് വേണ്ട. പണ്ട് RSPയിലെ പ്രമുഖനായ RS ഉണ്ണിയുടെ മണ്ഡലമായിരുന്നു ഇരവിപുരം. RS ഉണ്ണി ഡെപ്യൂട്ടി സ്പീക്കറും ഒക്കെ ആയിരുന്നു. ഇപ്പോഴത് CPMന്റെ കയ്യിലിരിക്കുകയാണ്. ഒരു ഔഷാദാണ് അവിടുത്തെ MLA. അത് ലീഗിന് കൊടുക്കാനുള്ള ഒരു താല്പര്യത്തിലാണ് നിൽക്കുന്നത്. പകരം ഇവർ വേറെ ചോദിക്കും. ഈ കോൺഗ്രസ്സിന് പലപ്പോഴും എന്ത് ചെയ്യുന്നറിയാം, RSPക്ക് സീറ്റ് കൊടുക്കുന്നതൊക്കെ കോൺഗ്രസിൻ്റെ ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങൾ. മട്ടന്നൂർ കൊടുത്തു. മട്ടന്നൂർ നമുക്കറിയാം CPMന്റെ കോട്ടയാണ്. പക്ഷേ ഈ കഴിഞ്ഞ ഇടയ്ക്ക് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ UDFന് അവിടെ ഒരു മുന്നേറ്റം ഉണ്ടായി എന്ന് വിചാരിച്ച് അവിടെ വിജയമൊന്നും ഉറപ്പാക്കാൻ പറ്റത്തില്ല. നിയമസഭാ സീറ്റിൽ കഴിഞ്ഞ തവണ KK ശൈലജ ഏതാണ്ട് 53,000, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ശൈലജ ടീച്ചറിനാണ് അവിടെ നിന്ന് വിജയിച്ചത്. EP ജയരാജനെ അങ്ങ് മാറ്റി നിർത്തിയല്ലോ. EP ജയരാജനായിരുന്നു 2016. അപ്പോൾ മട്ടന്നൂർ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. മട്ടന്നൂർ ഇവർക്ക് യാതൊരു താല്പര്യവും ഇല്ലെന്നുള്ളതാണ്. അപ്പം ഈ തോൽക്കാനൊരു സീറ്റ് ഇത് പിന്നെ ഒരു കാര്യം ഓർക്കണം, ഒരു സീറ്റിനെ ചൊല്ലിയുള്ള പ്രശ്നത്തിലാണ് RSP LDF വിട്ട് UDFിലേക്ക് വന്നത്. കൊല്ലം പാർലമെന്റ് സീറ്റ് LDFന് പിടിച്ചെടുക്കണം പ്രേമചന്ദ്രൻ്റെ കയ്യിൽ നിന്ന്. അത് ഉറച്ചു നിന്ന് പ്രേമചന്ദ്രൻ അങ്ങനെ ഇറങ്ങി വന്നതാണ് 2014. പിന്നെ പ്രേമചന്ദ്രന് കൊല്ലത്ത് വലിയ ഒരു കുതിപ്പാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ കൊല്ലം എന്ന് പറഞ്ഞാൽ പ്രേമചന്ദ്രനായി തീർന്നു. പ്രേമചന്ദ്രൻ അത്രത്തോളം ആ മണ്ഡലത്തിന് വേണ്ടി കാര്യങ്ങളും ചെയ്തു. അങ്ങനെ ചെയ്തത് കൊണ്ട് കൊല്ലത്തിന് RSP ഒരു വലിയൊരു വേരോട്ടം ഉണ്ടായി, ഒരു വലിയ മേൽവിലാസം ഉണ്ടായി. പ്രേമചന്ദ്രൻ RSP ആണല്ലോ. അതുകൊണ്ടാണ് ഇവർ കൊല്ലം സീറ്റ് ചോദിക്കുന്നത്. കോൺഗ്രസിന് അവിടെ മത്സരിക്കണം. കഴിഞ്ഞ തവണ കോൺഗ്രസ് ആണ് അവിടെ മത്സരിച്ചത് 2016-ലും 2021-ലും മുകേഷിനെതിരായിട്ട്. അപ്പോൾ കോൺഗ്രസിന് അവിടെ മുകേഷ് വലിയ പരാജയമാണ്. അവിടെ ഒരിക്കലും ഇനി നിന്നാൽ ജയിക്കില്ല എന്നുള്ളതും ഉറപ്പാണ്. അതിനു മുമ്പ് PK ഗുരുദാസന് ആയിരുന്നു. ഗുരുദാസൻ നല്ല നേതാവാണ്. ഗുരുദാസൻ ഇനി നിന്നാൽ പോലും ജയിക്കുമെന്ന് ഉറപ്പാണ്. PK ഗുരുദാസനെ വെട്ടിയിട്ടാണ് മുകേഷ് കയറി വന്നത്. പഴയ VS പക്ഷക്കാരനാണ്, പഴയ എക്സൈസ് മന്ത്രിയും ഒക്കെ ആയിരുന്നു. 5 പൈസയുടെ അഴിമതി ഇല്ലാത്ത ഒരാൾ കൂടിയാണ്. അപ്പോൾ കൊല്ലം പ്രേമചന്ദ്രന് ഇത്തരത്തിൽ വലിയൊരു നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് അറിയാം, കോൺഗ്രസിനും അറിയാം കൊല്ലം സുരക്ഷിതമായ മണ്ഡലമാണ്. അത് RSPക്ക് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല.
RSPക്ക് നിന്നാലും ജയിക്കും. ഷിബു ബേബി ജോൺ അവിടെ നോട്ടമുണ്ട് ചവറയേക്കാൾ കൂടുതലായിട്ട്. ചവറയിൽ നിൽക്കുന്നത് ഇപ്പോൾ CPM-ന്റെ സ്വതന്ത്രനാണ് സുജിത് വിജയംപിള്ള. നേരത്തെ ഉണ്ടായിരുന്ന മകനാണ് ഇത്, ഡോക്ടർ സുജിത് വിജയംപിള്ള. അപ്പോൾ സുജിത്ത് അവിടെ വലിയൊരു ഇടം പിടിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് പക്ഷേ ഇനിയിപ്പോൾ അത് CPM ഏറ്റെടുക്കുമെന്നാണ് അറിയുന്നത്. CPM സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കും എന്നാണ്. കാരണം CPM-ഉം ഈ ഘടകകക്ഷികളെ മിക്കവാറും അങ്ങ് വിഴുങ്ങും. ഈ ഒറ്റ ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ അതെ, കോവൂറുണ്ട്, ആന്റണി രാജുവിനെ പോലുള്ളവർ. ആന്റണി രാജുവിനെ നേടാവുന്നത്രയും നേടിക്കഴിഞ്ഞു. 2.5 വർഷം മന്ത്രിയൊക്കെയായി. ഇനി അദ്ദേഹത്തിന് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പറ്റത്തില്ല, നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചവറ ഇവരങ്ങ് ഏറ്റെടുക്കും. CPM-ന്റെ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കും. അതുകൊണ്ട് ഷിബു ബേബി ജോണ് അവിടെ അത്ര താല്പര്യമില്ല, കൊല്ലത്തേക്ക് വരാൻ തന്നെയാണ്. ഇതിനിടയ്ക്ക് RSPയിൽ ഒരു വിഭാഗം പറയുന്നുണ്ട് സംസ്ഥാന സെക്രട്ടറി മത്സരിക്കണ്ട എന്നും പറയുന്നുണ്ട്. കാരണം സംസ്ഥാന സെക്രട്ടറി പാർട്ടി കാര്യങ്ങളിൽ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ. അത് ഷിബു ബേബി ജോണിനെ ഒതുക്കാൻ വേണ്ടിയാണോ എന്നുള്ളതും അറിയത്തില്ല. പക്ഷേ ബേബി ജോണിൻ്റെ മകൻ കൂടിയാണ് ഷിബു. അപ്പോൾ എന്തായാലും ഈ ഷിബു ബേബി ജോണും പ്രേമേന്ദ്രനും ഒക്കെ ഉള്ളൂ RSPയിൽ. പഴയ RSPയുടെ നിരയൊക്കെ പോയി. TK ദിവാകരനും RS ഉണ്ണിയും ബേബി ജോണും ഇങ്ങനെ ഒരു വലിയ പങ്കജാക്ഷൻ, ഇവരൊക്കെ RSPക്കാരായിരുന്നു. വലിയൊരു നിരയായിരുന്നു ഉണ്ടായിരുന്നത്. RSP വളരെ ശക്തവുമായിരുന്നു എന്നുള്ളതാണ് ബേബി ജോണിൻ്റെ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഇവര് കോൺഗ്രസ്സുകാർ ചില പിടിമുറുക്കമൊക്കെ നടത്തും. കാരണം ഇവരുടെ കയ്യിൽ നിന്ന് ചില സീറ്റുകൾ ലീഗ് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം ജോസ് കെ മാണി വിഭാഗത്തെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ജോസ് കെ മാണിക്ക് സുരക്ഷിതമായൊരു മണ്ഡലം കൊടുക്കണം. അത് തിരുവമ്പാടിയാണ് ലീഗ് കണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ലീഗ് പകരം ചോദിക്കും കോൺഗ്രസിൻ്റെ നിന്ന്. ലീഗ് ചോദിക്കുമ്പോൾ അത് എപ്പോഴും സുരക്ഷിതമായ ഇടത്തിലേക്കേ ചോദിക്കത്തുള്ളൂ, അല്ലാതെ ഒരു പേരിനായിരിക്കത്തില്ല. ഈ RSPയൊക്കെ ഒതുക്കാനാണ് നോക്കിയിട്ടുള്ളത്. അതുതന്നെയാണ് 2014 പിണറായി വിജയനും ചെയ്തത്. RSPയെ ഒതുക്കാൻ നോക്കിയതാണ്. പ്രേമേന്ദ്രൻ്റെ ആ ഒരൊറ്റ വാശിയിലാണ് അവിടെ നിന്ന് ഇറങ്ങി വന്ന് UDFിലേക്ക് കയറിയത്. അപ്പോൾ അൻവർ LDFിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെയൊന്നും അല്ല പ്രേമേന്ദ്രൻ വന്നു കഴിഞ്ഞ്. കാരണം RSP എപ്പോഴും ഇങ്ങോട്ടും പോയിട്ടുണ്ട്, അങ്ങോട്ടും പോയിട്ടുണ്ട്. നമ്മുടെ കേരള കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. അപ്പോൾ RSP ഇപ്പോൾ പ്രേമേന്ദ്രനിലൂടെ ശക്തമാണ്. സോളാർ സമരകാലത്ത് CPM-ന് വേണ്ടി വാദിച്ചത് മുഴുവൻ പ്രേമേന്ദ്രനുമാണ്. സോളാർ സമരമാണല്ലോ 2016 പിണറായി വിജയനെ തന്നെ അധികാരത്തിലെത്തിച്ചു. ആ ഒരൊറ്റ വിഷയം തന്നെയായിരുന്നുള്ളതാണ്. അപ്പൊ എന്തായാലും പ്രേമേന്ദ്രനിലൂടെ ഇത് 7 സീറ്റ് ആവശ്യപ്പെടാൻ RSP നിൽക്കുകയാണ്. 7 സീറ്റൊന്നും കൊടുക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. 1-2 സീറ്റ് വല്ലതും കൊടുക്കും, അത്രയേ ഉള്ളൂ. അതിനപ്പുറമൊന്നും കൊടുക്കത്തില്ല. ഇനി ഇവർ അമ്പലപ്പുഴ ആവശ്യപ്പെടുന്നു. അമ്പലപ്പുഴ ഇപ്പം സലാമാണ്. പണ്ട് സുധാകരനായിരുന്നല്ലോ, സുധാകരനെ മാറ്റിയിട്ടാണ് സലാമിനെ നിർത്തിയത്. അപ്പോൾ അവിടെ RSPക്ക് ഒരു ചെറിയ ഒരു ഹോൾഡ് ഉണ്ട്. നമുക്ക് പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ ഈ കൊല്ലം, ചവറ, ഇരവിപുരം ഭാഗത്ത് മാത്രമാണ്. അതുപോലെ പുനലൂരും ഇവർ ചോദിക്കുന്നുണ്ട്. അത് ലീഗിൻ്റെ കയ്യിൽ നിന്ന് അത് മാറ്റിയിട്ട് ഇത് പുനലൂരും കൂടി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതായത് ഇരവിപുരത്തിന് മത്സരിക്കാനില്ലെന്നാണ് പറയുന്നത്. ഇരവിപുരം ലീഗിന് നൽകുന്നു, എന്നിട്ട് അവർ മത്സരിക്കുന്ന പുനലൂര് RSPക്ക് കൊടുക്കാൻ. അവിടെ പുനലൂര് LDFിൻ്റെ CPI ആണ് മത്സരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇവർക്ക് അല്പം പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് അവിടെ ചോദിക്കുന്നത്. അല്ലാതെ ഈ ഒരു പേരിന് വേണ്ടി 7 ഇടം തരുന്നു അല്ലെങ്കിൽ 5 ഇടം തരുന്നു അങ്ങനെ മത്സരിക്കാനില്ല എന്നുള്ളത് ഉറപ്പാണ്, പറഞ്ഞിരിക്കുകയാണ്. കൊല്ലം ഇവരെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തുടർച്ചയായി 2 തവണ അവർക്ക് MLA ലഭിക്കുന്നില്ല. MLA ഇല്ലാതിരിക്കുകയാണ്. MP-യുടെ ഒറ്റ ബലത്തിൽ നിൽക്കുകയാണ് പ്രേമേന്ദ്രൻ്റെ. അതുകൊണ്ടാണ് ഇപ്പോൾ കൊല്ലം ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത്. കൊല്ലത്ത് UDFിൻ്റെ ആരെ നിർത്തിയാലും വിജയിക്കും, ഉറപ്പാണ്. കാരണം പ്രേമേന്ദ്രൻ്റെ ഒരു മേൽവിലാസം കിടക്കുകയാണ്. അത് RSPക്ക് അറിയാം. അതുകൊണ്ടാണ് ഷിബു ബേബി ജോൺ ഇവിടം തന്നെ നോട്ടമിടുന്നത്. ഉറപ്പായി ജയിക്കും. ഒന്നാമത് മുകേഷ് വലിയ പരാജയം. പിന്നെ അതിൻ്റെ കൂടെ പ്രേമേന്ദ്രൻ അവിടെ കൊല്ലം അങ്ങ് പിടിച്ചെടുത്തിരിക്കുകയാണ്. പ്രേമേന്ദ്രന് 2014 ഭൂരിപക്ഷം 19 കൂടി, 19 നിന്ന് 24 വരുമ്പോൾ പിന്നെയും കൂടി. പ്രേമേന്ദ്രൻ മൊത്തത്തിൽ അവിടെ മണ്ഡലത്തെ ഇളക്കി മറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം കൊല്ലത്ത് ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ കൊല്ലം സ്ഥിരമായിട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ്.
അവിടെ അപ്പോൾ RSP കൊല്ലത്തിൻ്റെ പേരിൽ UDF വലിയ കലഹം നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി RSP വന്ന് ഇനി എത്ര പാർട്ടികൾ ഇത്തരം കലഹവുമായി വരുമെന്ന് കാത്തിരിക്കേണ്ട. ഇത് പിന്നെ UDFിനകത്ത് വലിയ പ്രശ്നം നേരിടും. കാരണം ഇവർക്ക് ഇപ്പം നിലമ്പൂരിലെ വിജയം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് പ്രതീക്ഷ കൂടും, അധികാരത്തിൽ വരുമെന്നുള്ളത്. അപ്പോൾ ഘടകകക്ഷികൾ സീറ്റ് കൂടുതൽ ചോദിക്കും. സേഫായിട്ടുള്ള ഇടം ഇപ്പം RSP തന്നെ കണ്ടോ, തോൽക്കുന്ന ഇടത്തിലേക്കൊന്നും നമുക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ കലഹം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്.